എബ്രായ ലേഖനം 12-ാം 22-ാമത്തെ വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. ഈ വാക്യത്തിലെ ഒരു പ്രയോഗം ഹൃദയസ്പർശിയാണ്. എല്ലാ പ്രയോഗങ്ങളും ആശ്വാസജനകമാണ്, സംശയമില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം, ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവം എന്നാണ്. മരിച്ച ദൈവങ്ങളുള്ള നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ജീവനില്ലാതിരിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരുണ്ട്. പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവമാണ് എന്ന് അവകാശപ്പെട്ട വ്യക്തികൾ തന്നെ മരിച്ച് മൺമറഞ്ഞ് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന കല്ലറകൾ കാണാം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലുള്ള ആളാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളിൽ മേൽ ആശ്വാസത്തിൻ്റെ പൊൻവെളിച്ചം വീശുവാൻ കാരണമായി തീരും. നമുക്ക് ഈ മഹോന്നതനായ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കാം.